തലശ്ശേരിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കണ്ടുമുട്ടിയ ബന്ധം പ്രണയമായി. വേഴകം സ്വദേശിനിയായ 53-കാരി വീട്ടമ്മ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചു പോയത് 10ാം ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ച ഓട്ടോ ഡ്രൈവർക്കൊപ്പം. മാസങ്ങൾക്ക് മുമ്പേ തലശ്ശേരിയിൽ നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് സഹപാഠിയായ ഓട്ടോ ഡ്രൈവറെ വീണ്ടും കണ്ടുമുട്ടിയത്. 53-കാരിയുടെ അമ്മയുടെ വീട് തലശ്ശേരിയിലാണ്. അവിടെയുള്ള സ്കൂളിലാണ് പഠിച്ചത്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് പഠിതാക്കൾ ഒന്നിച്ചു ചേർന്നത്. ഫോൺ നമ്പറുകൾ പരസ്പരം കൈമാറിയതിനെ തുടർന്ന് ബന്ധം വളർന്നു. വീട് വിട്ടുപോയി ഒരുമിച്ച് താമസിക്കാൻ നിശ്ചയിച്ചു. സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിൽ കഴിയുന്ന കുടുംബത്തിൽ നിന്ന് ഉറ്റവരെ മുഴുവൻ തള്ളി സ്ത്രീ കാമുകനായ ഓട്ടോ ഡ്രൈവറുടെ കൂടെ കഴിഞ്ഞ ദിവസം നാടുവിട്ടു. ഭർത്താവിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച വേടകം പോലീസ് കമിതാക്കളുടെ ഫോൺ ലൊക്കേഷൻ തപ്പിയിറങ്ങി. വയനാട് പോയി ബസ്സിൽ മടങ്ങിയ ഇരുവരെയും വേടകം SI അരവിന്ദന്റെയും ASSI സരളയുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രഹസ്യമായി പിന്തുടർന്നു. തലശ്ശേരിയിൽ ഇറങ്ങിയപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വേടകം സ്റ്റേഷനിൽ എത്തിച്ചു. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പേ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ പിന്തിരിപ്പിക്കാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും കോടതിയിൽ നിന്ന് സ്ത്രീ കാമുകനായ സഹപാഠിയുടെ കൂടെ തന്നെ ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇപ്പോഴത്തെ ഒരു വലിയ ട്രെൻഡാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. സംഗമിക്കുമ്പോഴേക്കും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇടയിൽ ചെറിയ ചെറിയ പ്രണയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രണയം വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നുണ്ടെന്നും നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധ വെക്കേണ്ടതാണ്. കാരണം ചിലപ്പം നമ്മൾ സംസാരിച്ച് നമ്പരൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന വേദന, അല്ലെങ്കിൽ നമുക്ക് ഭർത്താവിനോട് താല്പര്യമില്ലായ്മ, ഭാര്യയോട് താല്പര്യമില്ലായ്മ, ഇതൊക്കെ കല്യാണം കഴിച്ചു പോയി എന്ന് പറഞ്ഞ് വളരെ വിഷമത്തിൽ ജീവിക്കുന്ന ഒരുപാട് ദമ്പതിമാർ നമ്മുടെ ഇടയിലുണ്ട്. ഡിവോഴ്സ് ചെയ്യാനും പറ്റത്തില്ല, എന്നാൽ ഒരുമിച്ച് ജീവിക്കാനും പ്രയാസമായി ഇങ്ങനെ കടലിനും കരയ്ക്കും ഒക്കെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് ഒട്ടുമിക്ക ആൾക്കാരും. അപ്പോഴായിരിക്കും അവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് അവരുടെ പഴയ കാമുകനെയോ കാമുകിയോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടിനെയോ ഒക്കെ അവർ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവർക്ക് വലിയ ആശ്വാസമായിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ വേണ്ടി അവർ നമ്പർ കൊടുക്കും. അപ്പോൾ ഈ നമ്പർ കൊടുത്ത് ഡെയിലി ചാറ്റിംഗ് ആയി കാര്യങ്ങളായി അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു സുപ്രഭാതത്തിൽ ഇവരോടൊപ്പം പോകാൻ ശ്രമിക്കും. ആ സമയത്ത് അവിടെ അനാഥമാകുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ തന്നെയാണ്. ഒരുമാതിരി മുതിർന്ന കുട്ടികളായിരിക്കും ഇപ്പോൾ ഇവർക്കൊക്കെ ഉള്ളത്. അതായത് ഡിഗ്രിക്ക് പഠിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള കുട്ടികളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ കുട്ടികളുടെ ഭാവി എന്തുകൊണ്ട് ഇവർ ശ്രദ്ധിക്കുന്നില്ല? ഇവർക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ്, അല്ലെ? അവർക്ക് ഇഷ്ടമുള്ള ഒരാളവിടെ പോയി. പക്ഷെ അതോടൊപ്പം തന്നെ അവരുടെ കുട്ടികളുടെ ഭാവിയും കൂടെ അവർ സേഫ് ആക്കാൻ, ഏതായാലും കുട്ടികൾ ഉണ്ടായി പോയല്ലോ, അപ്പോൾ അവരെ വിഷമിപ്പിക്കാതെ അവരുടെ ഭാവിയും കൂടെ സുരക്ഷിതമാക്കാൻ ഇവർ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ചില കുടുംബത്തിലെ കുട്ടികൾ പറയുന്നത് ഞാൻ കേൾക്കാറുള്ളതാണ്, അവർ ഭാര്യ ഭർത്താവ് അപ്പനും അമ്മയും ഭയങ്കര വഴക്കായിരിക്കും. പറയും നിങ്ങൾക്ക് ദയവ് ചെയ്ത് ഇറങ്ങിപ്പോകാം. സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. ബന്ധം ഡിവോഴ്സ് ചെയ്തോ കുഴപ്പമില്ല, ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ആ കുട്ടികൾക്ക് വിവരം വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് ടോക്സിക് ലൈഫായി മാറും എന്ന് ചിന്തിക്കുന്ന നല്ല അറിവുള്ള കുട്ടികളും ഉണ്ട്. അപ്പം അവർ പറയും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ ജീവിച്ചോളാം, അമ്മ സേഫ് ആയാൽ മതി എന്ന് പറയുന്ന കുട്ടികളും ഉണ്ട്. കാരണം ചിലപ്പോൾ അവരുടെ അപ്പൻ തല്ലുമായിരിക്കും, ബഹളം വെക്കും, അങ്ങനെയൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ട്. നമുക്കറിയത്തില്ല അവരുടെ അകത്തെ കാര്യം എന്തെന്ന്. അവിടെ നമുക്ക് പുറമേ നിന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. പിന്നെ നമുക്ക് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ, നിങ്ങളെല്ലാവരും കുട്ടികളെ എപ്പോഴും സേഫ് ആക്കുക. അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചർ നമ്മൾ കളയാതിരിക്കുക. എല്ലാവർക്കും നന്മകൾ ആശംസിക്കുക. ഇനിയെങ്കിലും എല്ലാവരും ആലോചിച്ചും കണ്ടും മാത്രം ഇതൊക്കെ സെലക്ട് ചെയ്യേണ്ടതാണ്.